നമസ്കാരം. ലയൺസ് ക്ലബ്ബിൽ മെമ്പറാണ് കേട്ടോ. ലയൺസ് ക്ലബ്ബിൽ മെമ്പറായിട്ടുള്ള ആളുകളെ ലയൺസ് എന്ന് വിളിക്കാറുണ്ട്, സിംഹങ്ങൾ. ലയൺസ് ക്ലബിൻ്റെ മീറ്റിംഗ് അവിടെ തുടങ്ങാൻ പോവുകയാണ്. കാറ് വന്നിട്ടുണ്ട് പ്രസിഡൻറ്റിനെ കൊണ്ടുപോകാൻ. പ്രസിഡൻറ്റ് കട്ടിൽ നിന്ന് താഴെ നല്ല കട്ടിൽമ കയറി നിൽക്കുക. കാരണം എന്താണെന്ന് അറിയാമോ? താഴെ ഒരു കോക്രോച്ച്, താഴെ ഒരു കൂറാൻ അതിനകത്തുണ്ട്. ഇയാൾ കട്ടിലുമെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കൂറാൻ കടിക്കുമോ? ആരാണ് ഇയാൾ? ലയൻ, സിംഹം. ആരിഫ് ഹുസൈൻ ഒരു കൂറാൻ, ഒരു പ്രാണി, ഇതൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആരിഫ് ഹുസൈൻ്റെ നോക്കുകളും വാക്കുകളും കേൾക്കുന്ന സമയത്ത് കിട്ടുന്ന തന്നെ വിറയ്ക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. എടാ ആരിഫ് ഹുസൈനെ, നീ എന്ത് വേണി പറഞ്ഞു? ഇതൊരു ഗോപുരമാടാ, ചിദംബരം ഗോപുരം പോലെ, അല്ലെങ്കിൽ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിലെ ഗോപുരം പോലൊരു ഗോപുരമാടാ ഇസ്ലാം. അങ്ങനെ പറ. നീ അങ്ങ് പ്രസംഗിച്ചോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ഒരു കുനിയൻ ഉറുമ്പ് മാത്രമാണ്. നീ എത്ര മതിച്ചാലും ഈ ഗോപുരം വീഴില്ലടാ. ഇതല്ലേ പറയേണ്ടത്. അതിന് പകരം ആരിഫ് ഹുസൈൻ വായ തുറന്നാൽ എങ്ങനെ അത് അടയ്ക്കാം? ആരിഫ് ഹുസൈൻ എവിടെയെങ്കിലും വരുന്നു, സംസാരിക്കാൻ വരുന്നു പറയുമ്പോൾ അതിനെങ്ങനെ ഇല്ലാതാക്കാം? ഏതെങ്കിലും ഹാളിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ ഹാളിൻ്റെ മുതലാളിയുടെ അടുത്ത് പോയിട്ട് പറയും, അയാൾക്ക് അവിടെ സ്ഥലം കൊടുക്കരുത്. അല്ല, ഞാൻ അയാളെ അഡ്വാൻസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു, എൻ്റെ ഹാളിൽ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ, ഞാൻ പൈസ ഉണ്ടാക്കണേ. ഓക്കെ, എന്നാൽ ശരി, കൊടുത്തോ. തൻ്റെ മോനെ എവിടെയാണ് പഠിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. തൻ്റെ മോളെവിടെയാണ് പഠിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. അവർ സ്കൂളിൽ വിട്ട് വരുന്ന സമയം ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. സ്കൂളിൽ പോകുന്ന സമയം ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. പേടിച്ചു. ഉടനെ ആരിഫ് ഹുസൈനോട് വിളിച്ചു പറഞ്ഞു, ആരിഫ് ഹുസൈനെ, ആ പ്രോഗ്രാം നടത്താൻ പറ്റില്ല കേട്ടോ, ഇത് അഡ്വാൻസ് തിരിച്ചു തരാം. ഇതിന് മുമ്പുണ്ടായി അവിടെ. ഇതിപ്പോൾ വീണ്ടും കോഴിക്കോട് ജൂലൈ 19 ഒരു പരിപാടി വെച്ചിരിക്കുക. കോയ കോളിംഗ് എന്നാണ് ആ പരിപാടിയുടെ പേര്. അതിൻ്റെ പേരിൽ ആരിഫ് ഹുസൈൻ്റെ തലയിലൊരു കിഴുക്ക് വെച്ച് കൊടുത്താലും തെറ്റൊന്നുമില്ല. ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈൻ സ്പീക്കിംഗ്, അത് മാത്രം വെച്ചാൽ പോരെ. കോയ കോളിംഗ് അത് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ചൊറി പൊട്ടാൻ തുടങ്ങും. തിരൂരിൽ ഈ പരിപാടി കഴിഞ്ഞ ആഴ്ച വെച്ചതാണ്. അന്ന് അവിടെ ആകെ ലഹളിയായി. ആരിഫ് ഹുസൈൻ്റെ കാല് വെട്ടുമെന്ന് ഭീഷണിയായിട്ട്, എന്തിനേറെ ആരിഫ് ഹുസൈന് മാത്രമല്ല, ആരിഫ് ഹുസൈൻ അവിടെ പ്രസംഗം കഴിഞ്ഞ് പോയാൽ പിന്നെ പിന്നാലെ പോകേണ്ട വരും. അയാൾ വേറെ എവിടെ താമസിക്കുന്നത്. പക്ഷെ ആ ഹാളിൻ്റെ ഉടമയോടാണ് പോയി പറയുന്നത്, താനിത് അയാൾക്ക് വാടകയ്ക്ക് കൊടുത്താൽ തന്നെ ഞങ്ങൾ മുറിക്കുന്നു. ഉടനെ തന്നെ അയാളുടെ ഭാര്യ പറയില്ലേ, യോ വേണ്ട നിർത്ത എന്ന് പറയില്ലേ, അയാളെ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം കോഴിക്കോട് 19-നാണ് ഈ പരിപാടി നടത്താൻ പോകുന്നത്. ജൂൺ മാസത്തിലായിരുന്നു മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഈ പരിപാടി നടത്തിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ബോംബിടും എന്നുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയെ തുടർന്ന് അത് നിർത്തിവെച്ചു. ആ ഹാളിൻ്റെ ഉടമസ്ഥന് വരെ പ്രശ്നമുണ്ടായതാണ്. ആ ഹോള് കിട്ടാതെ പ്രസംഗിക്കാൻ പറ്റില്ലല്ലോ. അവിടെ റോട്ടിൽ നിന്നിട്ട് തെരുവിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും അന്ന് തിരൂരിലെ പരിപാടി മാറ്റിവെച്ചു. എന്നാൽ ആരിഫ് ഹുസൈൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്മാറാൻ തയ്യാറില്ല. അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്നു എന്നല്ലേ ഉള്ളൂ. അദ്ദേഹം വാളും കുന്തമായിട്ട് വന്ന് ആരിനെ കുത്താൻ വരുന്നുണ്ടോ? മതം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ മതം എന്ന് വെച്ചാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം, ഒപ്പീനിയൻ അർത്ഥമുണ്ട്. ആയതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ മുൻസീറ്റിൽ വന്നിരിക്കേണ്ടത് ആരാ? ഈ ഇസ്ലാമിസ്റ്റുകളാണ് വന്നിരിക്കേണ്ടത്.
എന്നിട്ട് അദ്ദേഹം പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയ നിവാരണം ഉണ്ടെങ്കിൽ ചോദിക്കണം, ബഹുമാനപ്പെട്ട ആരിഫ് ഹുസൈൻ, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളുടെ പ്രസംഗത്തിൽ 15ാമത്തെ മിനിറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇന്ന കാര്യമാണ്, അതെന്താണ് അങ്ങനെ? നിങ്ങൾ ചോദിച്ചോളൂ. മിണ്ടാൻ പാടില്ല. അത് പറഞ്ഞാൽ അവർ കൊണ്ടു നടക്കുന്നതൊരു മതമല്ലെന്ന് പറയേണ്ടി വരും. മതം അഭിപ്രായമാണ്. ജാഹിലിയ കാലഘട്ടത്തിലേക്ക് പിന്മാറുകയല്ലേ ചെയ്യുന്നത്. സാക്ഷാൽ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേനി, അദ്ദേഹം വായ തുറക്കാൻ പാടില്ല എന്നായിരുന്നു. ഒരു രാത്രി കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിന്ന് മുഹമ്മദ് നബി എന്നുള്ള പേര് ഉച്ചരിക്കില്ല. മുഹമ്മദ് നബി എന്ന് പിന്നീട് വന്ന പേരാണല്ലോ, ഉച്ചരിക്കില്ല. ഏത് നബി എന്ത് എത്രയോ ആളെ അവിടെ തല കല്ലെടുത്തിട്ട് കൊന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അബൂത്വാലിബിൻ്റെ ആ മരുമകനില്ലേ, അങ്ങനെ തലയിൽ ആരോ കല്ലുകൊണ്ട് ഇടിച്ച് അത് ചത്തു, അവിടെ അവസാനിച്ചേനെ. പക്ഷെ അദ്ദേഹം അത് മുൻകൂട്ടി അറിഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹം പോവുകയാണുണ്ടായതാണ് ഹിജറ. അഭിപ്രായം പറയാൻ പാടില്ല. അവസാനം അബൂത്വാലിബ് തന്നെ പറഞ്ഞു, മോനെ നീ ദയവ് ചെയ്ത് ഈ കാരണവരെ നീ വിഷമിപ്പിക്കരുത്, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. വന്നവരെന്താ പറഞ്ഞേ? നിന്നെ തല്ലും കൊല്ലുന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ വിശ്വാസത്തെ ഹനിക്കരുതെന്നല്ലേ പറഞ്ഞേ. 360ഓളം ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉസാലാത്ത, മനാത്ത, ഹുബൈൽ ഒക്കെ അല്ലു ചേർത്ത് വേണം പറയാൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഏകദൈവത്തെക്കുറിച്ച് പറഞ്ഞു. അതില്ലാതാക്കാൻ വേണ്ടി നിനക്ക് സൂര്യനെ തരാം ചന്ദ്രനെ തരാം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൂര്യനും വേണ്ട ചന്ദ്രനും വേണ്ട, അത് കൊണ്ട് വെച്ച് തന്നാലും എൻ്റെ അഭിപ്രായമാണ് വലുതെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ മതമാണ് നബി തിരുമേനിയാണ്. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ലോകം ഉണ്ടായപ്പോൾ ഉണ്ടായ മതം പറയാം, അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ആ മതത്തിൻ്റെ ഇപ്പോഴത്തെ വക്താക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് പറയുന്നത്, ആരിഫ് ഹുസൈൻ മിണ്ടരുത്, ആരിഫ് ഹുസൈനൂടെ ഉരിയാടരുത്. എന്ത് മണ്ടത്തരല്ല മണ്ടത്തരാണ് അവർ കാണിക്കുന്നത്. ഏതായാലും അദ്ദേഹം പിന്മാറാൻ തയ്യാറില്ല. ജൂലൈ 19 ഈ പരിപാടി കോഴിക്കോട് നടത്തും. ഇപ്പം എന്താണ്, ഒരാഴ്ചക്കുള്ളിൽ അവിടെ നടക്കും. ഇസ്ലാം മതവിശ്വാസിക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവ്, ഇസ്ലാമിൻ്റെ ശരികൾ, ഇസ്ലാമിൽ കാലങ്ങളായിട്ട് വന്ന് ഭവിച്ച തെറ്റുകൾ, ശരിയല്ലായ്മകൾ, അതൊക്കെ അറിയണമല്ലോ. ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ ഭഗവത്ഗീതയിലെ 4ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അർജുന, വലിയൊരു സങ്കേതം, വിശ്വാസത്തിൻ്റെയും ചിന്തയുടെയും സങ്കേതം ആണ് നമ്മുടെ ഉപനിഷത്തും എന്നിത്യാദി കാര്യങ്ങൾ, വേദസ്വരൂപങ്ങൾ. കാലങ്ങളിലൂടെ നിന്നെപ്പോലുള്ള അജിതേന്ദ്രിയന്മാരായിട്ടുള്ള ആളുകൾ, ഇന്ദ്രിയ വിജയം കരഗതമാക്കാത്ത നിന്നെപ്പോലുള്ള രാജാക്കന്മാർ കൂടി അതിനെ ആകെ കശക്കി ഏതെല്ലാമോ രൂപത്തിലാക്കി മാറ്റി. അതിനെ പഴയ രൂപത്തിലാക്കാൻ ഞാൻ എൻ്റെ കൽപ്പനയുമായിട്ടല്ല വന്നിട്ടുള്ളത്. വേദങ്ങളിൽ എന്ത് പറയുന്നു? ഇത് ശ്രുതേഹേ എന്ന് ശ്രുതികൾ പറയുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിക്കാൻ, യഥാർത്ഥത ഭാവത്തെ ബോധിപ്പിക്കാതെ ഞാൻ വന്നിട്ടുള്ളതെന്ന് അർജുനനോട് പറയുന്നുണ്ട്. അപ്പം അവിടെയുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും. കാലങ്ങൾ മാറുമ്പോൾ ദേശധർമ്മം, കാലധർമ്മം അങ്ങനെയുണ്ട്. അവിടെയും പല കാര്യങ്ങളും മാറും. ആ മര്യാദകളൊന്നും ഞമ്മക്ക് ബാധകമല്ലെന്ന് പറയുന്നത് വട്ടായതുകൊണ്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക്, ആ ചോദ്യങ്ങൾ RSകാർ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെയുള്ള ആർക്കും ചോദിക്കാം. ഉസ്താദുമാർക്കും ഒന്ന് ചോദിക്കാം, ഇമാം അങ്ങനെയുണ്ട്, അവർക്ക് ചോദിക്കാം, മറുപടി പറയട്ടെ. പക്ഷേ നിങ്ങൾ സംസാരിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ എന്തുണ്ടാകുന്നു? അവർ ചെറുതായി പോവുകയല്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത്. അവരെന്തിനെയോ ഭയപ്പെടുന്നു. എന്ത്? ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഭയപ്പെടുന്നു. ആരിഫിൻ്റെ ചോദ്യങ്ങൾക്ക് ഇവർ കൊണ്ടു നടക്കുന്ന കിതാബിനകത്ത് അതിലുള്ള ഹദീസാകട്ടെ, ആയത്തുകളാകട്ടെ, അത് നോക്കി അതിൻ്റെ ചരിത്രം നോക്കിയിട്ട് അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഞാനവിടെ ഞങ്ങളാണല്ലോ NSS ഉണ്ടായിരുന്നു കെട്ടിടം അവിടെ.
അവിടെ ആയി കൂടി കളിക്കാനുള്ളത് ക്യാരം ബോർഡാണ്. അപ്പോൾ അതിൽ കുറച്ച് 4 പേരിങ്ങനെ ചിലപ്പോൾ 2 പേരാവും വന്നിരിക്കും. ചിലപ്പോൾ അത്യാവശ്യം 10 രൂപയ്ക്കും വെച്ചിട്ടാവും കളിക്കുക, ആരും അറിയാതെ. ഈ കളിയിൽ ഇയാൾ തോൽക്കാൻ പോകണു എന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? അത് നിങ്ങൾ ചെയ്ത് ശരിയല്ല അത് നോക്കി പറഞ്ഞ് ആ ക്യാരം ബോർഡ് മറച്ചിടും. തോൽവി അംഗീകരിക്കില്ല. ഉത്തരം മുട്ടുന്ന സമയത്ത് അതന്നെ കൊഞ്ഞനം കാട്ടുക. ഉത്തരം മുട്ടുന്ന സമയത്ത് അസ്വസ്ഥരാകുക. അസ്വസ്ഥരായി കഴിഞ്ഞിട്ട് അക്രമം കാണിക്കുക. ഇതൊക്കെയല്ലേ വാസ്തവത്തിൽ പോലും ചെയ്യുന്ന. ആർക്കാണ് നാണക്കേട്? ആലോചിച്ച് നോക്കേണ്ട കാര്യമാണത്. പത്ത് 50 വയസ്സ് 55 വയസ്സ് വരെ ഭാര്യയും ഭർത്താവും ഇന്ന് വരെ ഭാര്യയായിട്ട് യാതൊരു പിണക്കവും ഇല്ല. അപ്പോൾ ആരോ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് ഭാര്യ അന്ധയും മൂകയുമാണോ? അല്ലല്ല, ഞാൻ വേറെ ട്രിക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതെന്താ ട്രിക്ക്? വിട്ടുകൊടുക്കും. വിട്ടുകൊടുക്കും. എന്നും സാമ്പാർ. ഒരു ദിവസം പറഞ്ഞു, കല്യാണിയെ ഇന്ന് നമുക്ക് അവിയൽ അങ്ങോട്ട് വെച്ചാലോ? വെക്കാം. അന്നും സാമ്പാർ. മിണ്ടില്ല, വിട്ടുകൊടുക്കും. വീട് പെയിൻ്റ് അടിക്കണം, നമുക്ക് സ്കൈ ബ്ലൂ അടിക്കാം അല്ലേ കല്യാണി? അങ്ങനെ ചെയ്യാം. പക്ഷെ വന്നപ്പോൾ എന്താ ഇളം കാവ്യ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. കാര്യം കഴിഞ്ഞില്ലേ? വിട്ടുകൊടുക്കും, കാര്യം കഴിഞ്ഞില്ലേ? എന്തൊരു സാധനമാണെങ്കിൽ ഒരു ചെണ്ട അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവില്ല, അപ്പോൾ കൊട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഞാനങ്ങോട്ട് വിട്ടുകൊടുക്കും. എന്തിനു പറയുന്നു? അയാൾക്കൊരു 55 വയസ്സ് 60 വയസ്സായി. ഭാര്യയ്ക്കും അതുപോലെ 10-60 വയസ്സായി. 60 വയസ്സൊന്നും ആയില്ല, അതിന് മുമ്പ് തന്നെ ഭാര്യയുടെ ഈ ഭാഗം നരയ്ക്കാൻ തുടങ്ങി. ഇവർ പിന്നെ ആഴ്ചയിൽ അവിടെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തോ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാ കല്യാണിക്ക് 55 വയസ്സൊക്കെ ആയില്ലേ, കല്യാണി ഒരു മധ്യവയസ്കേ ആയില്ലേ, ഇനി ആരെ കാണിക്കാനാണ് ഈ പെയിൻ്റ് അടിക്കണമെന്ന് ചോദിച്ചു. ആദ്യമായിട്ടുള്ള വിമർശനം. അതോടുകൂടി ആ ബന്ധം മുറിഞ്ഞു. കല്യാണി പറഞ്ഞു, ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. അവരുടെ മകൻ്റെ അടുത്തേക്ക് പോയി, മകളുടെ അടുത്ത് പോയി, പിന്നെ കുറച്ച് നേരം മകൻ്റെ അടുത്ത് പോയി നിൽക്കും. അവിടെ വഴക്കൂടും, മകളുടെ അടുത്ത് പോകും, അവിടെ വഴക്കൂടും, മകൻ്റെ അടുത്ത് വരും, ഭർത്താവിൻ്റെ അടുക്ക് വരില്ല. കാരണം വിമർശനം. 55 വയസ്സ് വരെ 60 വയസ്സ് വരെ അവർക്ക് വേണ്ടിയിട്ട് അവരൊപ്പം നിന്ന് ആ കാരണവർ ഒരു ദിവസം ഒന്ന് വിമർശിച്ചു, അതോടെ ബന്ധം ഉപേക്ഷിച്ചു എന്നുള്ള വിമർശനം നമുക്ക് പറ്റുന്ന കാര്യമല്ല എന്നർത്ഥം. അതാണ് പ്രശ്നം. വിമർശനം നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന കാര്യമല്ല. ഇവിടെ എന്തുകൊണ്ടാണ് ആരിഫ് ഹുസൈനെ ഇവർ തടയുന്നത്? ആരിഫ് ഹുസൈൻ്റെ കയ്യിൽ ചില കുളു ഇരിക്കുന്നുണ്ട്. അതാണോ ക്ലൂ? ഞങ്ങളുടെ നാട്ടിലൊരു കുട്ടിയുണ്ടായിരുന്നു, അതിൻ്റെ പേര് ജയ എന്നായിരുന്നു. സുന്ദരിയായിട്ടൊരു കുട്ടിയാണ്. ഒരിക്കൽ ഈ പെൺകുട്ടി തൃശ്ശൂരിലുള്ള ഒരു ഹോട്ടൽ വെച്ചാൽ ലോഡ്ജൊന്നുമല്ല കേട്ടോ, ഭാരത് ഹോട്ടലിൽ അതിൻ്റെ ഉള്ളിലെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഈ കോളേജ് പിള്ളേരെ സാധനം വരിക, എത്ര നേരം വേണമെങ്കിൽ സംസാരിച്ചിരിക്കാം. അവിടെ ഈ ജയയും മറ്റൊരുത്തനോട് ക്രിസ്ത്യാനി പയ്യനോട് സംസാരിച്ചിരിക്കുന്നത് കണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ വന്ന് അവൻ മറ്റു പലരോടും പറഞ്ഞു. അത് ജയയുടെ ആങ്ങളമാർ കയറി അവൻ 2 വെച്ച് കൊടുത്തു, ഇവർ അങ്ങോട്ട് 2 വെച്ച് കൊടുത്തു, അവൻ 4 വെച്ച് കൊടുത്തു, ഇവർ 8 വെച്ച് കൊടുത്തു. എന്തിനുണ്ട് വലിയ ലഹളയായി. ഈ ലഹളം നടക്കുന്ന സമയത്ത് ഈ ജയയുടെ അച്ഛൻ വന്നിട്ട് 2 പേരോടും പറയുന്നത്, മിണ്ടാണ്ടിരിക്കും മക്കളെ, മക്കളിങ്ങോട്ട് പോ. ഏത് ജയയുടെ അച്ഛൻ ആണ് അവരെക്കുറിച്ച് അഭിഖ്യാതി പറഞ്ഞ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു പറ്റിയവനെ ഒപ്പോസ് ചെയ്യേണ്ടത്. മിണ്ടുന്നില്ല. കാരണം എന്താണ്? എന്താ ഇവിടെ പ്രശ്നം ചോദിക്കുന്ന സമയത്ത് അവരുടെ നമ്മളുടെ ആ ജയയില്ലേ എന്ന് എല്ലാവരും അറിയില്ലേ. ആയതുകൊണ്ട് തന്നെ ഈ അച്ഛൻ വന്ന എല്ലാവരും നീ അങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ സംഭവം അവിടെ അങ്ങനൊരു കാര്യം ഇല്ലയെന്ന് ബോധിപ്പിക്കാൻ. കാരണം എന്താ? ആ സംഭവം ജയയുടെ ചില ഒളിച്ചുകളിയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ പേരിൽ ആ സംഭവം അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ സംഭവം ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പേടിയാണോ ആരിഫ് ഹുസൈനെ? ആരിഫ് ഹുസൈൻ സംസാരിച്ചാൽ തെറിച്ചു പോകുന്ന മതമാണ്, പൊട്ടിപ്പോകുന്ന മതമാണ്, ചിന്തിച്ചു തീർന്ന മതമാണ് ഇസ്ലാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുള്ളത് കൊണ്ടല്ലേ
ആരിഫ് ഹുസൈൻ അവിടേക്ക് കടത്തില്ല, ഇവിടേക്ക് കടത്തില്ല, ഞങ്ങൾ കൈ വെട്ടും കാല് വെട്ടും എന്നൊക്കെയും പറയുന്നത്? നിങ്ങളാണ് മുമ്പിലിരിക്കേണ്ടത്. പറയൂ ആരിഫ് ഹുസൈനെ. അല്ലാതെ ഞങ്ങളുടെ അഭിപ്രായം ഇരുമ്പൊലയ്ക്ക വലിയ ഇരുമ്പും തൂണനും കുഴിച്ചിട്ട പോലെ ഇളവുമില്ല. സ്ഥാണുഖനന ന്യായപ്രകാരം അത് കുഴി കുത്തി അതിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ട് പിന്നെ അവിടെ മണ്ണിട്ട് കല്ലിട്ട് കുറച്ച് വെള്ളമിട്ട് കുത്തി എന്നിട്ട് തൂണ് പിടിച്ച് കുലുക്കും. ചെറുതായിട്ട് കുലുക്കുണ്ട്. വീണ്ടും വെള്ളമൊഴിച്ച് മണ്ണിട്ട് മണലിട്ട് അതിൻ്റെ മേലെ സിമെൻറ്റിൻ്റെ ഇതൊഴിച്ച് കല്ലിട്ട് കുത്തി രണ്ടാമത് ഇളക്കുമ്പോൾ ഒന്നും ചെറിയൊരു ഇളക്കമുള്ള പോലെ വീണ്ടും കുത്തിക്കുതാണ് സ്ഥാണുഖനന ന്യായം. പിന്നെന്തായി? പിന്നെ ആ തൂണ് ഇളകൂല. ഞമ്മട് പിടിച്ച മുയലിന് 3 ചെവി. ഇത് മാത്രമാണ് ശരി. ഏത് രീതിയിൽ എങ്ങനെയെല്ലാം അവനെ ബോധിപ്പിച്ച അതാണ് അനക്കമില്ലാത്ത സ്ഥാണുവായിട്ട് നിൽക്കുന്ന തൂണായിട്ട് നിൽക്കുന്ന ചില ചിന്തകൾ. എ വൈസ് മാൻ ചേഞ്ചസ് ഹിസ് മൈൻഡ്. ബുദ്ധിയുള്ളവൻ കാര്യങ്ങളെ അവൻ്റെ രീതിയിൽ വീക്ഷിച്ചറിയും, നിരീക്ഷിച്ചറിയും. ഇന്നത്തെ അഭിപ്രായമായിരിക്കില്ല നാളെ ഉണ്ടാകുക. എന്താ ഈ സ്വാമി അഭിപ്രായം മാറ്റുന്നത്? എടോ, ഞാൻ ചത്ത ശവമല്ലടോ. ആയതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടോ. ആയതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇന്ന് മാർഷ് പാർട്ടികൾ ഞാൻ ചിലപ്പോൾ കോൺഗ്രസ്സിൽ പോയി ചേരും. ഇന്നെനിക്ക് ചായയാണ് ഇഷ്ടം, ചിലപ്പോൾ നാളെ കാപ്പിയായിരിക്കും ഇഷ്ടം. ദിവസം കാലത്ത് ഇഡ്ഡലി 50 വർഷമായിട്ട്. എന്തായിരിക്കും സ്ഥിതി? വീട്ടിലൊരു സ്ത്രീയുണ്ട്. കല്യാണം കഴിഞ്ഞ് അന്ന് പോലെ കാലത്ത് ഒരു പയ്യൻ അവിടെ മറ്റേ എന്താ ഉപ്മാവോ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു യന്ത്രമുണ്ട്. അവനെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോയി. സ്കൂളിൽ സഞ്ചീല ആലോചിക്കുന്നുണ്ട്. അവസാനം ടീച്ചറും വന്ന് എന്താ ചോദിച്ചു. അപ്പോൾ ഈ അമ്മ ഓടി വന്നിടാൻ മോനെ അതേ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പണ്ടാരടങ്ങി എന്നും നിങ്ങൾക്ക് ഈ ഫുഡല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവന്നതാണെന്ന്. അപ്പോൾ എന്താണ് ഇഡ്ഡലി ആണെങ്കിലും 20 വർഷം തുടർച്ചയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി മടുക്കില്ലേ. ടേസ്റ്റുകൾ മാറും. നാവിൻ്റെ ടേസ്റ്റ് മാറും, മനസ്സിൻ്റെ ടേസ്റ്റ് മാറും, ബുദ്ധിയുടെ ടേസ്റ്റ് മാറും, കാഴ്ചയുടെ ടേസ്റ്റ് മാറും, കാഴ്ചപ്പാടിൻ്റെ ടേസ്റ്റ് മാറും. ഡിറ്റക്റ്റീവ് നോവൽ മാത്രമായിരിക്കും ചെറുപ്പക്കാർ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഭഗവത്ഗീതയോ ഖുറാനോ ബൈബിളൊക്കെ അല്ലേ വായിക്കുക. ഒരു 12 വയസ്സുള്ള പയ്യൻ ഖുറാൻ വായിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് ബൈബിൾ വായിക്കുന്നു, പിന്നെ ഉപനിഷത്ത് അവൻ ചെയ്യില്ല. അപ്പോൾ ടേസ്റ്റുകൾ മാറും. മനുഷ്യൻ വളരുകയാണ്, മസ്തിഷ്കവും വളരുകയാണ്. ചിലവരുടെ വളരില്ല കേട്ടോ. അതാണ് ഈ മദ്രസ പൊട്ടന്മാരെന്ന് പറയുന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിവികാസമുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആരിഫ് ഹുസൈൻ എവിടെയൊക്കെയാണ് പരിപാടി നടത്തുന്നത് അവിടെ പോകണം. എന്നിട്ട് ആരിഫ് ഹുസൈനെ, ആരിഫേ നിങ്ങൾ ഈ പറയുന്ന ശുദ്ധ വിഡ്ഢിത്താണ് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം എന്ന് ആരിഫിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അതിനാ ശേഷി വേണ്ടത്. ഉപനിഷത്തുകളിലും വേദങ്ങളിലും പൂർവ്വപക്ഷി എന്നൊരു സങ്കേതമുണ്ട്. പലപ്പോഴും ഉപനിഷത്തുകളിലേക്ക് വാളെടുത്ത് വെട്ടുന്ന പോലെയാണ് ആചാര്യന്മാരുടെ ചോദ്യം ചോദിക്കുക. ബൃഹദാരണ്യകത്തിൽ അല്ലേ, ബൃഹദാരണ്യകഥ, അതിനകത്ത് ഗാർഗിയുണ്ട്. ഗാർഗിയുടെ അവസാനം യാജ്ഞവൽക്യം പറയുന്നുണ്ട്, ഇനി നീ ചോദ്യം ചോദിച്ചതിന് തലപൊട്ടി തെറിച്ചു പോകുന്നു. അതുപോലത്തെ ചോദ്യങ്ങൾ വരട്ടെ, നിങ്ങൾ സ്വാഗതം ചെയ്യേ. ആരിഫിൻ്റെ മുഖം നമുക്ക്, അല്ലെങ്കിൽ ആരിഫ് ചത്തു എന്ന് വെച്ചോ, നിങ്ങൾ തലയിൽ കല്ല് കൊണ്ടിട്ട് ആരിഫിനെ കൊന്നു. ആരിഫിൻ്റെ ചോദ്യങ്ങൾ ചാവുന്നുണ്ടോ? ആ ചോദ്യങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ 10 ആരിഫുമാർ വേറെ വരും. ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്താപദ്ധതിയെ കൊല്ലാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോൾ പിന്നെ ആ 65-70 കിലോ ഉള്ള ശരീരത്തിൻ്റെ മേലൊരു എടുത്തിട്ട് അതില്ലാണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ആരിഫിൻ്റെ പ്രോഗ്രാം കോഴിക്കോട് നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ അറിയാലോ. ആയതുകൊണ്ട് തന്നെ
തിരൂര് നടക്കാത്ത ഈ പരിപാടി കോഴിക്കോട് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നടന്നാൽ നല്ലത് എന്ന് തോന്നുന്നുണ്ട്. നടക്കും എന്ന് തോന്നൽ ഇല്ല. ഇതോടൊപ്പം തന്നെ കാണാം നമുക്ക്. നമസ്കാരം.